പ്രാവിൻകൂട് ഷാപ്പ് ബേസിൽ ജോസഫിൻ്റെ പുതിയ സിനിമ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 2024 വിജയ ചിത്രങ്ങൾ അതിൻ്റെ തുടർച്ചയാണോ പ്രാവിൻകൂട് ഷാപ്പ്? പ്രാവിൻകൂട് ഷാപ്പ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പുതുമുഖ സംവിധായകനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നാത്ത വിധം അതിഗംഭീരമായ ഒരു എൻ്റർടൈനർ മൂവിയാണ്. ഈ പടത്തിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ കഥ പറച്ചിൽ രീതിയിൽ ഒരു ഫ്രഷ്നെസ് ആണ്. അതായത് ശ്രീരാജ് നമുക്കറിയാം തൂമ്പ പോലുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഫ്രഷ്നെസ് കണ്ടിട്ടായിരിക്കണം അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് അദ്ദേഹമായിട്ട് ചേർന്ന ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് അനുഭവം പ്രാവിൻകൂട് ഷാപ്പിന് തരാൻ വേണ്ടി പറ്റി. ഇതിൻ്റെ ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഒതുക്കാൻ പറ്റുന്നതല്ല. ഇതൊരു ത്രില്ലർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്ലാപ്സ്റ്റിക് കോമഡികളുണ്ട്, സറ്റയർ ആയിട്ടുള്ള കോമഡികളുണ്ട്, ഡാർക്ക് ഹ്യൂമർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു നറേഷൻ രീതിയാണ് ഈ സിനിമയുടെ പ്രത്യേകത. പിന്നെ ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ എന്നുള്ള ലീഡ് ക്യാരക്ടേഴ്സിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ കഥ പറച്ചിൽ രീതിയുടെ ആദ്യത്തെ ഒരു പകുതിയിൽ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുകയും അതിനെ ഒരു മർഡർ മിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നാണ് ആൾക്കാരിൽ ഹൂ ഡൺ ഇറ്റ് മിസ്റ്ററി എന്ന രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അതിനിടയിലുള്ള ഒരുപാട് സിറ്റുവേഷണൽ കോമഡികളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സെക്കൻഡ് ലാഗില്ലാതെയുള്ള അതിഗംഭീരമായ എഡിറ്റിങ് ഈ സിനിമയെ നമുക്ക് അങ്ങനെ ആസ്വാദനം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ അടുത്ത സീനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ എഡിറ്റിങ്ങും സിനിമയെ ആസ്വാദനത്തിൽ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ. അതുപോലെ തന്നെ വിഷ്ണു വിജയുടെ ബിജിഎം പ്രത്യേകിച്ച് ടെൻഷനുള്ള ആ ഒരു ഇതിലും. പിന്നെ സൗബിൻ്റെ ക്യാരക്ടർ ഒരു മജീഷ്യനാണ്. അപ്പോൾ അതിന് ആ ഒരു സീനുകൾ കൊടുത്ത ഒരു മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയാം, മാജിക്കൽ ആ ഒരു സീനുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ താരങ്ങളായ ബേസിൽ, സൗബിൻ, ചെമ്പൻ വിനോദ് ഇവരോട് എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ബാബു എന്ന ക്യാരക്ടർ ചെയ്ത ശിവജിത്താണ്. നമുക്കറിയാം ARM ചെയ്ത ശിവജിത്ത്. അതിഗംഭീര പെർഫോമൻസ്. ആ ഒരു സീനുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിന് മൂത്രപ്പുര ഫൈറ്റ് എന്ന് പറയാം. ആ ഫൈറ്റിൽ അതിഗംഭീര ഫൈറ്റാണ്. ആ ഫൈറ്റ് കണ്ടപ്പോൾ തോന്നി ഇദ്ദേഹത്തെ നമുക്കൊരു മേജർ വലിയ നടന്മാരുടെയൊക്കെ നമ്മുടെ ബിഗ് ഗംസിൻ്റെ കൂടിയോ അങ്ങനെയുള്ള നടന്മാരുടെയൊക്കെ വില്ലനായിട്ട് പരിഗണിക്കാവുന്ന ഒരു അതിഗംഭീര സ്ക്രീൻ പ്രസൻസ്. ആ നല്ല രസമായിരുന്നു ആ തിയേറ്ററിൽ. ആ ഒരു ഇടി, ഒരു നാടൻ തല്ല്, അതിന് വിഷ്ണു കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്കപ്പ് അതിഗംഭീരമാണ്. പിന്നെ സീനുകൾ പറയുകയാണെങ്കിൽ നൈറ്റ് പിന്നെ വിഷൻസ്, അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് മാളിനകത്തൂടെ ഒരു പോലീസ് ബൈക്ക് ഓടിക്കുന്ന ബേസിലിൻ്റെ ഒരു സീൻ, അതുപോലെ ഒരു സ്കൂൾ ബസ് സൗബിനെ ചേസ് ചെയ്യുന്ന സീൻ. ഈ സീനുകളൊക്കെ ക്യാമറ വർക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ട് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റി. അത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരിക്കും അൻവർ റഷീദ് മൂവി എന്നറിയാമെങ്കിലും ആ സീനുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു പക്ക തിയേറ്റർ സ്റ്റഫായിട്ട് പ്രാവിൻകൂട് ഷാപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചില സീനുകൾ ഇതിൽ സാധാരണ പോലീസ് കഥാപാത്രങ്ങൾ പോലെയല്ല, വെറൈറ്റി ഉണ്ട് എന്ന് പറയാമെങ്കിലും ബേസിലിൻ്റെ ചില നമ്മുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന രംഗങ്ങൾ, ചില ഡയലോഗ് ഡെലിവറി ഇതിനകത്ത് കുറച്ച് നമുക്ക് ഒരു ആവർത്തനം വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു ക്യാരക്ടർ എഴുതി വെച്ചത് തീർത്തും സാധാരണ ഒരു പോലീസുകാരെയല്ല, അത്യാവശ്യം വൾണറബിലിറ്റി ഉള്ള, എന്നാൽ അയാളൊരു പാസ്റ്റുള്ള ആ പാസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്ര കടന്ന് അതിനകത്ത് കയറിയിട്ടില്ല. അത് നമ്മളൊരു കൂടുതൽ പറയുന്നില്ല, അതൊരു നമ്മൾ സ്പോയിലറായി പോകും. നമ്മൾ അതായത് ത്രില്ലേഴ്സിനെ നമുക്കറിയാലോ, അത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി നമ്മളെ പല വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ എഴുത്തുകളൊക്കെ ഗംഭീരമാണ്. അവസാനം വരെ നമുക്ക് അത് ക്ലൈമാക്സ് തീരുമ്പോഴും നമുക്ക് ഇനിയും ഇതിനകത്ത് ട്വിസ്റ്റ് ഉണ്ടോ എന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ആഖ്യാന രീതി മികച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിം, ഒരു ഡയറക്ടർ ഫസ്റ്റ് ഫിലിം എന്ന രീതിയിൽ തോന്നാത്ത ഒരു പൈസ വസൂൽ എൻ്റർടൈനറാണ് ഈ മൂവി. ടേക്ക് അവേ ഫ്രം ദ മൂവി എന്ന് പറയുന്നത് ഇതിന് ടെക്നിക്കൽ, ഇത് ഒരു തിയേറ്റർ വാച്ചാണ്. അതായത് തിയേറ്ററിന് വേണ്ടിയുള്ള എല്ലാ ടെക്നിക്കൽ വശങ്ങളും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്കറിയില്ല ഇത് OTT നിങ്ങൾ കാണുമ്പോൾ ഇത് എത്രത്തോളം വർക്കാവും. ഒരു സ്മോൾ സ്ക്രീനിലേക്കുള്ള ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള സീനറികളും സംഭവങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് ഇതൊരു പേഴ്സണലി എന്ന് പറയുന്ന ഒരു പുതിയ അറ്റംപ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നടന്മാരുടെ കൂടെ അഭിനയിച്ച എല്ലാ സഹനടന്മാരും എന്ന് പറയാൻ പറ്റില്ല, അത്ര ഗംഭീരമായ പെർഫോമൻസ് ആണ്. പല പ്രായത്തിലുള്ള സഹനടന്മാരുണ്ട്. എന്തായാലും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ ഒരു ടീം വിജയിച്ചിട്ടുണ്ട്. പടം കണ്ടവർ അഭിപ്രായം പറയുക. ഡു വാച്ച് പ്രാവിൻകൂട് ഷാപ്പ് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു.